നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ, ഗാസ വെടിനിർത്തലിനൊക്കെ ഈ പറഞ്ഞ ട്രംപ് 20 ദിന പദ്ധതികളൊക്കെ കൊണ്ടുവന്നു. അത് ഇസ്രായേലൊക്കെ അംഗീകരിച്ചു. ഞാൻ ഗാസയിലേക്കും ഇസ്രായേലിലേക്കും അല്ല പോകുന്നത്, നിങ്ങൾ കേരളത്തിലാണ്. കേരളത്തിലെ പലസ്തീൻവാദികളൊക്കെ ഇത് എങ്ങനെ സഹിക്കുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കാരണം പലസ്തീൻ സംഗമം നടത്തുന്നു, ഹമാസിന് വേണ്ടിയിട്ട് വാദിക്കുന്നവർ, നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്നവർ, ഈ പറഞ്ഞോണം എന്താ പറയുന്നത്, ഈ പലസ്തീൻ അനുകൂലികൾ, ഹമാസ് അനുകൂലികൾ നിരവധി പേർ, ഒരുപക്ഷെ കേരളത്തിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനുകൂലികളെ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ യുദ്ധമൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇസ്രായേൽ ഇത് അംഗീകരിച്ചു കഴിഞ്ഞു, ഇനി ഇവർ ആരുടെ പക്ഷമായിരിക്കും ചേരുന്നത്? കേരളത്തിൽ ഹമാസ് അനുകൂലികളാണ്, പലസ്തീൻ അനുകൂലികളല്ല. കാരണം പലസ്തീൻ അനുകൂലികളാണ് എല്ലാവരും. പൊതുജനങ്ങൾ പൊതുവെ പലസ്തീനെ, ഇന്ത്യ നമുക്കറിയാം 1948 മുതൽ പലസ്തീനെ ഇന്ത്യ അംഗീകരിച്ചു പോരുന്നതാണ്. ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത നയം തന്നെയാണ് പലസ്തീൻ. ഒരു എന്താ പറയുന്ന ഒരു സങ്കല്പ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഹമാസിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം കേരളത്തിലുണ്ട്. ഹമാസിൻ്റെ ഒരു പ്രമുഖ നേതാവ് കോഴിക്കോട് നടന്ന ഒരു പ്രോഗ്രാമിൽ ഓൺലൈനായി പങ്കെടുത്തതൊക്കെ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട്. പറയുന്നത് പലസ്തീൻ്റെ പേരാണെങ്കിലും പലപ്പോഴും ഹമാസിനെ ആരാധിക്കുന്നവരാണ് കേരളത്തിൽ വലിയൊരു വിഭാഗം. നമ്മൾ കണ്ടു, വടക്കൻ മലബാറിലെ ഒരു ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് ആനയുടെ പുറത്ത് ഈ ഹമാസ് നേതാക്കളുടെയൊക്കെ വലിയ ചിത്രങ്ങൾ വെച്ച് ആനപ്പുറത്ത് യാത്ര ചെയ്യുന്നത്, ബാനറുകൾ, അങ്ങനെ ഹമാസിൻ്റെ വലിയ ആരാധകരുള്ള ഒരു ഇടമാണ് കേരളം. ഒരുപക്ഷേ മൊസാദിൻ്റെ ശ്രദ്ധ ഈ കൊച്ചു കേരളത്തിലും ഉണ്ടാകുമെന്ന് നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അത്രയേറെ ഹമാസിനെ അനുകൂലിക്കുന്ന, ഹമാസിന് വേണ്ടി വാദിക്കുന്നവർ ഇവിടെയുണ്ട്. നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ നോക്കിയാൽ ഹമാസിനെ വലിയ തോതിൽ മഹത്വവൽക്കരിക്കുന്നവർ, പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെടുന്ന ഹമാസുകാരെ രക്തസാക്ഷികളാക്കി ചിത്രീകരിക്കുക, അങ്ങനെ ഈ ഹമാസ് വാദം അതൊരു വല്ലാത്ത പ്രഹേളികയാണ് കേരളത്തിൽ. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മറ്റൊരു തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. അമേരിക്ക മുൻകൈയെടുത്ത് ഒരു സമാധാന കരാർ കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. മുൻപ് നിരവധി വാദങ്ങളിൽ ഉയർന്നു പൊങ്ങിയ ഒരു പ്രത്യേകതയുണ്ട് ആ വാദങ്ങൾക്ക്. എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ ആത്യന്തികമായി ഗസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സമാധാന കരാറിന് രൂപം നൽകുന്നില്ല? എന്തുകൊണ്ട് ഭീകര സംഘടനയായ ഹമാസിനെ പരസ്യമായി അറബ് രാജ്യങ്ങൾ തള്ളി പറയുന്നില്ല? എന്തുകൊണ്ട് ബന്ദികളാക്കപ്പെട്ട ഇസ്രായേലികളെ വിട്ടുകൊടുക്കാൻ അറബ് രാജ്യങ്ങൾ ഹമാസിനോട് ആവശ്യപ്പെടുന്നില്ല? ഈ 3 ചോദ്യങ്ങൾ വളരെ കാലമായി ഉയർന്നു കേൾക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. എന്തുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഇത്തരമൊരു നിലപാട് പൊതുസമൂഹത്തിന് മുന്നിൽ സ്വീകരിക്കാതിരുന്നത്? അതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. അറബ് രാജ്യങ്ങളുടെ ഉള്ളിൽ തട്ടിയ ഇറാൻ ഭയം. ഹമാസിനെ നിയന്ത്രിക്കുന്നതും അവർക്ക് വേണ്ട പണം നൽകുന്നതും അവർക്ക് വേണ്ട ആയുധം നൽകുന്നതും ഇറാനാണ്. ഇറാൻ അടുത്ത കാലത്തായി അല്പമൊന്ന് ക്ഷയിച്ചപ്പോൾ, ദുർബലമായപ്പോൾ അറബ് രാജ്യങ്ങൾ ഇറാനെതിരെ ഒരു ശാക്തിക ചേരിക്ക് ചില ശ്രമങ്ങൾ നടത്തുന്നത് നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു. അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു സൗദിയും പാകിസ്ഥാനും ഒക്കെ ഒരുമിച്ച് ചേർന്നത്. ഇറാൻ്റെ ഒരു വളരെ എന്താ പറയുന്ന ഒരു ശക്തമായ കാലഘട്ടത്തിൽ സൗദിക്കൊപ്പം പാകിസ്ഥാനൊന്നും അത്ര പെട്ടെന്ന് കടന്നു വരില്ല. ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച് അമേരിക്ക ദുർബലപ്പെടുത്തി, ഇറാനിൻ്റെ പ്രോക്സികളൊക്കെ തകർന്ന ഏറ്റവും ദുർബലമായ ഒരു ഘട്ടത്തിലാണ് സൗദിയും പാകിസ്ഥാനും കൈകൊടുത്തത്. ഹൂതികളും ഏറെ തകർക്കപ്പെട്ട ഒരവസ്ഥയിലാണ്. അപ്പോൾ ഒരു ഇറാൻ ഭയം അറബ് രാജ്യങ്ങൾക്കുണ്ട്. എന്തിനാണ് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ വലിച്ചു വയ്ക്കുന്നതെന്നൊരു ചിന്ത. മറുവശത്ത് ഖത്തർ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഹമാസിനെ വിശ്വാസത്തിലെടുത്താണ് നീങ്ങിയത്. അവർ ഹമാസിനെ തള്ളിപ്പറയാൻ ഒരുക്കമായിരുന്നില്ല. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് അമേരിക്ക ആശ്രയിച്ച ഈജിപ്തും ഖത്തറും പലപ്പോഴും ഹമാസിനെ ഭയന്നാണ് അവർ കാര്യങ്ങൾ നീക്കിയത്. പലസ്തീനിൽ നിന്ന് വലിയൊരു അഭയാർത്ഥി പ്രവാഹം പലപ്പോഴും ഈജിപ്റ്റ് ഭയന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈജിപ്റ്റ് വളരെ ശക്തമായ ഒരു നിലപാട് അതിർത്തി കാര്യങ്ങളിൽ സ്വീകരിച്ചത്. ഒരു കാരണവശാലും ഈ ആഭ്യന്തര യുദ്ധ സമയത്തോ ഇസ്രായേലിൻ്റെ ആക്രമണവേളയിലോ പലസ്തീനികളെ സ്വീകരിക്കാൻ ഈജിപ്റ്റ് ഒരുക്കമായിരുന്നില്ല. ട്രംപ് നാളുകൾക്ക് മുൻപ് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വച്ചിരുന്നു. പലസ്തീനികൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ, അവർക്ക് ഒരു കുടിയേറ്റത്തിന് അവസരം കൊടുക്കാൻ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന്. അന്ന് ഒറ്റ അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വന്നില്ല. അപ്പോൾ ആത്യന്തികമായി അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടിടത്താണ് ട്രംപ് ഇപ്പോൾ ഒരു 20 ദിന പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത ട്രംപിൻ്റെ ഈ പദ്ധതിക്കുള്ളത് ഹമാസിനെ പൂർണ്ണമായി
ഒഴിവാക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇനി ഹമാസ് ഇല്ല. ഗസ മുനമ്പിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ഹമാസ് ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ പിൻവാങ്ങണം. 72 മണിക്കൂറുകൾക്കുള്ളിൽ മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണം. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഗസ മുനമ്പിൻ്റെ നിയന്ത്രണം ഒരു അന്താരാഷ്ട്ര കമ്മിറ്റി, ഒരു പീസ് കീപ്പിംഗ് കമ്മിറ്റി ഏറ്റെടുക്കും. ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾ പോലും ഇത് അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് വരുന്ന സൂചനകളെല്ലാം. അപ്പോൾ ഇത്തരത്തിൽ അറബ് രാജ്യങ്ങൾ നേരത്തെയും ഹമാസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഖത്തർ ഒഴിച്ചുള്ള ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഒരു നിഷ്പക്ഷമായിട്ടുള്ള ചുവടുവെപ്പാണ്. ഒരുപക്ഷെ ഹമാസ് എന്നുള്ള ആ ഒരു ഭീകരവാദ സംഘടന ഒരുപക്ഷെ എല്ലാ അറബ് രാജ്യങ്ങൾക്കൊരു എന്താ പറയുക ദുശകുനമായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് വേണം നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ. ഹമാസിനെ ഒഴിപ്പിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് അറബ് രാജ്യങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എന്നിട്ടും ഈ പറഞ്ഞു നമ്മളിങ്ങനെ കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോൾ ഹമാസ് വാദികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു, ഹമാസിനോടുള്ള ആരാധന കൂടി വരുന്നവരെ നമുക്ക് കാണാം. ഇതിൽ നിന്നൊക്കെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഇതെങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്? കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, ഒരു തീവ്രവാദ സംഘടന തന്നെയാണ്. ഒരു പക്ഷേ അതിനെ അനുകൂലിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലുള്ള ഒരു വിഭാഗം ജനം, അത് ഒരു പക്ഷേ നമ്മുടെ നാടിന് ഒരു പക്ഷേ ഒരു ദോഷം തന്നെയല്ലേ? നമ്മൾ കോഴിക്കോട് മത്സരിച്ച് ഹമാസ് റാലികൾ കണ്ടു. ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലസ്തീൻ അംബാസിഡർക്ക് കൈകൊടുക്കുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷേ പലസ്തീൻ രാഷ്ട്രം ഇപ്പോഴും ഒരു സങ്കല്പ രാഷ്ട്രമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. അറബ് രാജ്യങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. മറ്റൊന്ന്, ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൻ്റെ നിയന്ത്രണം കൈയാളുന്ന പലസ്തീൻ അതോറിറ്റി പൂർണ്ണമായും അവരുടെ ഭരണതലത്തിൽ പരാജയപ്പെട്ടുവെന്നാണ് ട്രംപ് പറയുന്നത്. കാരണം അവർക്ക് ഗസ മുനമ്പിലെ ഹമാസിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൂർണ്ണമായും ഒരു കരുത്തുറ്റ ഒരു ഭരണ സംവിധാനം ഒരുക്കാൻ പലസ്തീൻ അതോറിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യം ട്രംപ് ഉച്ചത്തിൽ പറയുമ്പോൾ അറബ് രാജ്യങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, അനുകൂലിക്കുന്നു, പദ്ധതിയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. അവിടെയാണ് കേരളം പോലൊരു കൊച്ചു രാജ്യത്തെ ഒരു മുഖ്യമന്ത്രി പലസ്തീൻ അംബാസഡർക്ക് കൈകൊടുത്ത അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഇസ്രായേലിനെതിരെ പൊരുതാൻ ആഹ്വാനം ചെയ്യുന്നത്. ഇസ്രായേലികൾക്കെതിരെ ഒരു വികാരം കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലുണ്ട്. അത് വോട്ടാക്കി മാറ്റുകയാണ് അവരുടെ തന്ത്രം. നേരത്തെ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന റാലിയിലും മുഴങ്ങിക്കേട്ടത് ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ്. ഇവിടെയൊന്നും ഹമാസ് ചെയ്ത കൊടും ക്രൂരത തള്ളിപ്പറഞ്ഞിട്ടില്ല. ഹമാസിനെ അവർ തള്ളിപ്പറയാൻ ഒരുക്കമല്ല. ഹമാസിനെ പലപ്പോഴും രക്തസാക്ഷികളാക്കി വർണ്ണിക്കുന്നവർ പറയുന്നത് ഇസ്രായേലിൻ്റെ കൊടും ചെയ്തികൾക്കെതിരെയുള്ള ഹമാസിൻ്റെ സ്വാഭാവിക പ്രതികരണം മാത്രമായിരുന്നു 2023 ഒക്ടോബർ 7 ആക്രമണമെന്ന്. കേരളത്തിൽ തന്നെ ചില പ്രമുഖ രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടതാണ് ഇതൊരു സ്വാഭാവിക പ്രതികരണമെന്ന്. നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇന്ത്യ നയതന്ത്രപരമായി ഇസ്രായേലുമായി വലിയ ബന്ധം സൂക്ഷിക്കുന്നു. പലസ്തീനെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്ന ഇന്ത്യൻ നയതന്ത്രമാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. കേന്ദ്ര ഭരണകൂടം ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിലുള്ള ഒരു സംസ്ഥാന ഭരണകൂടം ഇസ്രായേലിനെ തള്ളിപ്പറയുന്ന എത്ര കാഴ്ചകൾ. കേരളത്തിലെ മുഖ്യമന്ത്രി ഇസ്രായേലിനെ തെമ്മാടി രാഷ്ട്രമെന്നാണ് അഭിസംബോധന ചെയ്തത്. കേരളത്തിലെ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇസ്രായേലിനെ ഒരു ഗുണ്ടാ രാജ്യമെന്നൊക്കെ അഭിസംബോധന ചെയ്തു. അതിതീവ്രമായ വാക്കുകളാണ് ഇവരൊക്കെ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചത്. അതിന് പിന്നിൽ വോട്ട് രാഷ്ട്രീയം മാത്രമാണ്. അതിലപ്പുറം അതൊന്നും വലിയ ജനാധിപത്യ ആത്മാർത്ഥതയുടെ പ്രതിഫലനമായിരുന്നില്ല. ഇസ്രായേലുമായി ഇന്ത്യക്കുള്ളൊരു വലിയ ബന്ധമുണ്ട്. അത് 1971 പാകിസ്ഥാൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടതാണ്. അന്ന് അമേരിക്ക പരസ്യമായി പാകിസ്ഥാനെ പിന്തുണച്ചു. പക്ഷേ ഇസ്രായേൽ അമേരിക്കയിൽ നിന്ന് തന്നെ ഇസ്രായേൽ ഇറക്കിയ പല ആയുധങ്ങളും അവർ വളരെ പെട്ടെന്ന് ഇന്ത്യക്ക് എത്തിച്ചു കൊടുത്തു. ഇസ്രായേൽ നിർമ്മിച്ച ധാരാളം ആയുധങ്ങൾ 1971 യുദ്ധത്തിൽ ഇന്ത്യക്ക് എത്തിച്ചു കൊടുത്തു. പിന്നീട് കാർഗിൽ യുദ്ധത്തിൽ അന്ന് ഇസ്രായേൽ നൽകിയ ആ ലേസർ ഉപകരണങ്ങൾ, ലേസർ ആയുധങ്ങളായിരുന്നു അന്ന് പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് സഹായകരമായത്. പാകിസ്ഥാൻ സൈനികർ കാർഗിൽ യുദ്ധമേഖലയിൽ പർവ്വതത്തിൻ്റെ മുകളിലും ഇന്ത്യ താഴെയുമായിരുന്നു. അന്ന് യുദ്ധം ചെയ്യുക വെടിയുണ്ടകൾ കൊണ്ട് അത്ര എളുപ്പമായിരുന്നില്ല. അവിടെയാണ് ലേസർ യുദ്ധമുറ ഇന്ത്യ പയറ്റിയത്. ഇങ്ങനെ ഇന്ത്യയുടെ നിർണായകമായ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ട പല അവസരങ്ങളിലും ഇസ്രായേലിൻ്റെ സഹായം. ഇസ്രായേൽ ഒരിക്കൽ പോലും ഇന്ത്യയെ തള്ളിപ്പറഞ്ഞിട്ടില്ല. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഈ അടുത്ത കാലത്ത് യുദ്ധമുണ്ടായപ്പോൾ പരസ്യമായി വന്ന് ഇന്ത്യക്ക് പിന്തുണ നൽകി. ഓരോ ഘട്ടത്തിലും ഇന്ത്യക്ക് പരസ്യ പിന്തുണ നൽകുന്ന ഒരു ഇസ്രായേലിനെയാണ് നമ്മൾ കാണുന്നത്. ജൂതന്മാർ ചിതറി ഓടിക്കപ്പെട്ടപ്പോൾ അന്ന് ഇന്ത്യ വലിയ തോതിൽ ജൂതന്മാർക്ക് അഭയം നൽകി. നമുക്കറിയാം നമ്മുടെ കൊച്ചിയിലെ ജൂതത്തെരുവൊക്കെ എപ്പോഴും ജൂത അവശിഷ്ടങ്ങൾ പേറുന്ന ഒരു സ്ഥലമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം
ജൂതബന്ധമുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൻ്റെ ആ പഴയകാല ചരിത്ര പ്രതാപകാലത്ത് ജൂതന്മാർക്ക് വലിയ തോതിൽ അഭയം നൽകി. പിന്നീട് 1948 ജൂതരാഷ്ട്രം പിറന്നതോടെയാണ് പിന്നീട് പലരും നമ്മുടെ കൊല്ലത്തെ തങ്കശ്ശേരിയിൽ നിന്നും എറണാകുളത്തെ ജൂതത്തെരുവിൽ നിന്നുമൊക്കെ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയത്. പക്ഷേ അവരിൽ പല കുടുംബങ്ങളും ഇന്നും കേരളവുമായി വലിയ ബന്ധം തുടരുന്നു, വലിയ വാണിജ്യ ഇടപാടുകൾ തുടരുന്നു. ഈ ജൂതബന്ധം കൃത്യതയോടെ പരിപാലിച്ചിരുന്നു എങ്കിൽ ഇസ്രയേലും കേരളവും തമ്മിൽ മറ്റൊരു വികസന ബന്ധം യാഥാർത്ഥ്യമായേനെ. അതിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു. അതിനു പകരം കേവലം വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഇസ്രയേലിനെ നിരന്തരം തള്ളിപ്പറഞ്ഞു. അതിൽ രാഷ്ട്രീയം നമുക്ക് തീർത്ത് പറയുക വയ്യ. കോൺഗ്രസും CPM ഒക്കെ മത്സരിച്ച് ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞിരുന്നു കേരളത്തിൽ. അടുത്ത കാലത്തായി ഇസ്രയേലിനെ പിന്തുണച്ചാൽ അവരെ സംഖ്യയാക്കി ചാപ്പ് കുത്തും. അപ്പോൾ സംഖ്യയാക്കപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രായേലിനെ പച്ചയ്ക്ക് ചീത്ത വിളിക്കും. ചിലർ പലസ്തീൻ അനുകൂലമെന്ന പേരിൽ ഹമാസിനെ വാഴ്ത്തുപാട്ട് പാടി സുഖിപ്പിക്കും. ഇതൊക്കെ ഒരു വോട്ട് തന്ത്രം മാത്രമാണ്. അപ്പോൾ ആത്യന്തികമായി ഒരു സമാധാന കരാറിലെത്തുമ്പോൾ ഇവിടെ ഇസ്രായേൽ പരിപൂർണമായി വിജയിക്കുമ്പോൾ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഗസ മുനമ്പിൽ നിന്ന് അവിടെ നിന്ന് തൂത്ത് മാറ്റപ്പെടുമ്പോൾ ഇവരുടെ പ്രതികരണം എന്തായിരിക്കും? ഇത് ന്യായയുക്തമെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നിടത്താണ് ഇവർ വിട്ടിലായിരിക്കും. അതെ, ഈ 20 പദ്ധതി എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾ, ഇസ്രായേൽ, നെതന്യാഹു ഉൾപ്പെടെ അംഗീകരിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ 72 മണിക്കൂർ ഇവിടെ ഹമാസിന് കൊടുത്തിരിക്കുകയാണ്. ഹമാസ് ഇത് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ യുദ്ധം തുടരുക തന്നെ ചെയ്യും, ഹമാസിനെ തൂത്തെറിയും. അപ്പോൾ ഈ ഹമാസിനെ അനുകൂലിക്കുന്ന സർ പറഞ്ഞതുപോലെ അവർ എന്തായിരിക്കും, ആരുടെ ഭാഗത്തായിരിക്കും നിൽക്കുന്നത്? ഇപ്പോൾ ശരിക്കും ഇപ്പോൾ പന്ത് ഹമാസിൻ്റെ കോർട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ ഇസ്രായേൽ ഇവിടെ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ സ്വതന്ത്രമാവുകയാണ്. കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഇനി തെറ്റില്ല. കാരണം 20 പദ്ധതികളും ട്രംപ് പറഞ്ഞത് ഒരെണ്ണം പോലും വിടാതെ അവിടെ അംഗീകരിച്ചു കഴിഞ്ഞു. അത് ഒരുപക്ഷെ ഗാസയെ രക്ഷിക്കാനുള്ള, ഗാസയെ പുനർജീവിപ്പിക്കാനുള്ള നിരവധി പദ്ധതികളാണ്. ഒരുപക്ഷെ ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന പദ്ധതികൾ. UN സമിതിയിൽ പോലും നെതന്യാഹുവിനെതിരെ അല്ലെങ്കിൽ തിരിഞ്ഞ ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ നമ്മൾ കണ്ടതാണ്. അവർ പോലും അംഗീകരിച്ച ഈ ഒരു പദ്ധതി ഇനി ഹമാസ് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ ഹമാസ് അനുകൂലവാദികൾ, നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളവർ, വോട്ട് തന്ത്രമാക്കുന്നവർ, ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളെ അതൊക്കെ വോട്ടാക്കി മാറ്റുന്നവർ, എന്തായിരിക്കും അവരുടെ പ്രതികരണം? അല്ല, അവരുടെ ഏറ്റവും വലിയ പ്രതികരണം ഇനി എന്ത് പറഞ്ഞ് ഈ വോട്ട് പിടിക്കും? അമേരിക്ക പലസ്തീനെ ചതിച്ചു എന്നതായിരിക്കും ഇനി മുഖ്യ ക്യാമ്പയിൻ. അമേരിക്ക ചതിച്ചു, ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ചതിച്ചു. പക്ഷെ അവിടെ അവർ മനസ്സിലാക്കേണ്ട ഒരു ചരിത്ര വസ്തുതയുണ്ട്. അമേരിക്ക ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും ആദ്യം അതിനെ പിന്തുണച്ചെത്തിയത് ജോർദാൻ, ഈജിപ്റ്റ്, ഖത്തർ പിന്തുണച്ചിരുന്നു, പാകിസ്ഥാൻ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളൊക്കെ അമേരിക്കൻ പ്രപ്പോസലിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ മിണ്ടാതെ നിൽക്കുന്ന ആകെ ഇറാൻ പോലെ ഒറ്റപ്പെട്ട രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴിതാ സൗദി അറേബ്യ, UAE ഒക്കെ ഇതിനെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് കാര്യം പിടികിട്ടി. ഹമാസിനെ ഗസ മുനമ്പിൽ നിന്ന് എന്നേക്കുമായി തൂത്തെറിഞ്ഞാൽ മാത്രമേ ഗസ മുനമ്പ് സുരക്ഷിതമാകൂ. അതെ, ഈ ഒരൊറ്റ വാദമാണ് ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ മുതൽ ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. നിങ്ങൾ പലസ്തീനുകളോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് അത് മാത്രമാണ്. നിങ്ങൾ ഹമാസിനെ തോൽപ്പിക്കൂ, നിങ്ങളുടെ ദേശം വീണ്ടെടുക്കൂ, ഹമാസിനെതിരെ യുദ്ധം ചെയ്യൂ. 2 ദിവസം മുമ്പ് നമ്മൾ ഭയപ്പെട്ടു പോയി. കാരണം 2 ഗോത്ര സമൂഹങ്ങൾ ശക്തമായി ഹമാസിനെതിരെ രംഗത്തെത്തിയ 2 ഗോത്ര സമൂഹങ്ങൾ ഇടയ്ക്ക് ഭയപ്പെട്ട് ഹമാസിന് പിന്തുണ, അവർ പറഞ്ഞു ഹമാസിനൊപ്പമെന്ന് പറഞ്ഞു. അപ്പോൾ ഹമാസ് തങ്ങളുടെ ഭീകരത ഉപയോഗിച്ച് ഒരു മുനമ്പ് അവരുടെ കൈക്കുമ്പിളിൽ ആക്കുകയും ആ ഭീകരതയെ ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇത്തരം ചില നടപടികളെടുക്കും. അത് സ്വാഭാവികമാണ്. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഹമാസ് അനുകൂലികൾക്ക് ഇനി തങ്ങളുടെ വാദം വലിയ തലത്തിലൊന്നും പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇനി വലിയ ഇസ്രായേൽ വിരുദ്ധ ക്യാമ്പയിനുകൾക്കൊന്നും കഥയില്ല. അമേരിക്കയ്ക്കെതിരെയുള്ള വികാരങ്ങൾക്കും വലിയ കഥ. നമ്മൾ കണ്ടെന്ന അയ്യപ്പ സംഗമം കാണുന്നു, മാതാമൃതാൻ്റെ മയ്യയുടെ അടുത്തേക്ക് പോകുന്നു, ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ ബിഷപ്പുമാരുടെ അടുത്ത് ഒരു സംഗമം നടത്തുന്നു, പലസ്തീൻ സംഗമം നടത്തുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വോട്ട് തന്ത്രമാണ്. പക്ഷേ അതിപ്പോൾ ഇനിയിപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പാളിപ്പോകുമല്ലോ എന്നുള്ളൊരു വേദന മാത്രമായിരിക്കും ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക്. അതിൻ്റെ മറുഭാഗം യുദ്ധം എന്നും ഒരു വേദന മാത്രമാണ്. ദൂരെ നിന്ന് നോക്കുന്നവർക്ക് അതൊരു ഹരമായിരിക്കാം. പക്ഷേ അടുത്ത് നിൽക്കുന്നവർക്ക്, അത് അനുഭവിക്കുന്നവർക്ക് അതെന്നും ഒരു വേദനയാണ്.
രക്തച്ചൊരിച്ചിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ എപ്പോഴും യുദ്ധം നിർത്തണം എന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഒരു രാജ്യവും അത് ഒരുപക്ഷെ ഇസ്രായേൽ നെതന്യാഹു പോലും ഇത് എന്നേ നിർത്തണമെന്ന് അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അവരുടെ നിലനിൽപ്പാണ്, ഓരോ രാജ്യത്തിൻ്റെയും നിലനിൽപ്പാണ്. നമ്മളിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു, തിരിച്ചാക്രമിച്ചിരുന്നെങ്കിൽ തിരിച്ച് ഇത്തരത്തിലുള്ള ഒരു യുദ്ധം ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടായേനെ. അവിടെ എന്തുകൊണ്ടോ അത് ഇരു രാജ്യങ്ങളും നിർത്തലാക്കിയത് കൊണ്ടാണ് ആ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിയത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഹമാസ് എന്ന ഭീകരവാദികൾ, നമുക്ക് അറിയാം ലഷ്കർ ഇ തൊയ്ബ, അൽ ഖ്വയ്ദ പോലുള്ള നിരവധി ഭീകര പ്രവർത്തനങ്ങൾ തുടച്ചു നീക്കേണ്ടുന്ന ആവശ്യങ്ങൾ എല്ലാ ലോകരാജ്യങ്ങൾക്കുണ്ട്. അതിൻ്റെ ഒരു പോരാട്ടത്തിൽ തന്നെയാണ് ഇസ്രായേലിന് ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അവരുടെ നിലനിൽപ്പ്, അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയൊക്കെ നോക്കുമ്പോൾ കുറ്റപ്പെടുത്താനാകില്ല. മറ്റൊരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു വീഴുമ്പോൾ നമുക്കതൊരു എന്നും വേദനയാണ്. ഇനിയിപ്പോൾ ഇസ്രായേലിനെ, നെതന്യാഹുവിനെ നമുക്കൊരു ഒന്നുകൊണ്ടും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ ഹമാസിനെ തുടച്ചു നീക്കുക തന്നെ ചെയ്യും. 3 ദിവസമുണ്ട് നമ്മുടെയൊക്കെ മുന്നിൽ. ഒരു പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുന്നിൽ 3 ദിവസമുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഏതിൻ്റെ പേരിൽ, ഏത് സംഗമത്തിൻ്റെ പേരിലാണ് വോട്ട് പിടിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.